കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. സുഭാഷിതം. യിരെമ്യാ പ്രവചനത്തിന്റെ അവസാന അധ്യായമായ 52-ാം അധ്യായത്തിൽ യെരുശലേമിന്റെ പതനത്തെക്കുറിച്ചും ദേവാലയം നശിപ്പിച്ച വിവരണവും ദേവാലയത്തിൽ നിന്ന് കൊള്ളയായി കൊണ്ടുപോയ ഉപകരണങ്ങളെക്കുറിച്ചും നെബൂഖദ്നേസർ ബദ്ധരാക്കി കൊണ്ടുപോയ യഹൂദ ജനങ്ങളെക്കുറിച്ചും യഹൂദയുടെ അവസാനത്തെ രാജാവായ സിദെക്കീയാവിനെ കൈകാര്യം ചെയ്ത വിധവുമാണ് പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ യിരെമ്യാവിൽ കൂടി യഹോവ അരുളി ചെയ്തു എന്നുള്ള പ്രയോഗം കാണുവാനില്ല. യിരെമ്യാവിന്റെ എഴുത്തുകാരനായ ബാരൂക്ക് എഴുതി ചേർത്തതാണ് ഈ അധ്യായമെന്ന അഭിപ്രായമുണ്ട്. കഴിഞ്ഞ 40 വർഷക്കാലം യിരെമ്യാവ് പ്രവചിച്ചു കൊണ്ടിരുന്നത് സംഭവിച്ചു. കാരണം ജനം ദൈവം അരുളി ചെയ്ത മുന്നറിയിപ്പുകൾ അവഗണിച്ചു. ദൈവജനമായ യഹൂദയുടെ വിഗ്രഹാരാധനയ്ക്കും മ്ലേച്ഛതയ്ക്കുമുള്ള ശിക്ഷാവധിയായി യഹൂദയെ ബാബിലോൺ ആക്രമിച്ച് കീഴടക്കുമെന്നും യെരുശലേം നഗരവും ദേവാലയവും പൂർണ്ണമായി തീവെച്ച് നശിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. യഹൂദ അനുദപിച്ച് മടങ്ങി വന്നാൽ യഹോവ ബാബിലോണിന്റെ കരങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുമെന്നും അനുസരിക്കാഞ്ഞാൽ ബാബിലോണിലേക്ക് ജനങ്ങളെ ഘട്ടം ഘട്ടമായി കൊണ്ടുപോകും. ജനങ്ങൾ അങ്ങനെ വിഭജിക്കപ്പെട്ട് ഐക്യത നഷ്ടപ്പെടുമെന്നും യഹൂദയ്ക്ക് നാശം സംഭവിച്ചാലും വീണ്ടും ശക്തി പ്രാപിച്ച് ലോകത്തിൽ ആധിപത്യം പുലർത്തുമെന്നും യിരെമ്യാവ് പ്രവചിച്ചു. യെരുശലേമിനെ നശിപ്പിച്ച ബാബിലോൺ ഉദ്ധാരണം ഉണ്ടാകാതെ വണ്ണം നശിച്ചു പോകുമെന്നും ബാബിലോണിന് അന്ത്യശാസനം നൽകി. 52-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയുടെ കോപം ഹേതുവായി യെരുശലേമിനും യഹൂദയ്ക്കും അങ്ങനെ ഭവിച്ചു. അവൻ ഒടുവിൽ അവരെ തന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. For because of the anger of the Lord this happened in Jerusalem and Judah till he finally cast them out from his presence. പ്രിയമുള്ളവരെ, ഈ ചരിത്ര സംഭവങ്ങൾ എന്തിനാണ് ഇത്രയും വിവരിച്ചത്? തന്റെ സൃഷ്ടിയായ മനുഷ്യൻ പാപത്തിൽ മരിച്ച് നിത്യനാശത്തിലേക്ക് പോകുവാൻ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. യെഹെസ്കേൽ പ്രവചനം 18:23 വായിക്കുന്നത്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പൗലോസ് പറയുന്നത്, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. പത്രോസ് പറയുന്നത് കേൾക്കൂ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. നാം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് യോഹന്നാൻ പറയുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ നേടുവാനുള്ള സമയമാണിത്. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. ഈ രക്ഷകൻ സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കുമെന്ന് ദൈവവചനം പറയുന്നു. 2 കൊരിന്ത്യർ 5:10 എഴുതിയിരിക്കുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ന്യായം വിധിക്കുമ്പോൾ നിത്യനാശത്തിലേക്ക് പോകുവാനിടയാകാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കാം. ഈ വചനങ്ങളാൽ
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ,